ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മാറാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിന്റെ വലിയ കരങ്ങൾ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നാം ഒരിക്കലും പതറേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ നാം അത്രത്തോളം വിശ്വാസവും ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് പല പല ആപത്തുകൾ, അനർത്ഥങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഒക്കെ കടന്നു വരും. പക്ഷേ അവിടെ നിന്നെല്ലാം ദൈവം നമ്മെ ഉയർത്തുമെന്നുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവം നമുക്ക് നൽകിയത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിലും ദൈവം നമുക്ക് ഇരട്ടിയായി നൽകുമെന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസിക്കുക, ദൈവം നമ്മെ നശിപ്പിക്കത്തില്ല, തകർക്കത്തില്ല. ഇപ്പോൾ പ്രതികൂലങ്ങൾ കടന്നു വന്നേക്കാം, പ്രതിസന്ധികൾ കടന്നു വന്നേക്കാം, പക്ഷേ നമ്മുടെ കർത്താവ് നമ്മെ വഴി നടത്തുന്നവനാണ്, വീണ്ടെടുക്കുന്നവനാണ്, ഇരട്ടിയായി സകലതും മടക്കി തരുവാൻ കഴിവുള്ളവനാണെന്ന് നാം മനസ്സിലാക്കണം. ഇയ്യോബിന് സകലതും നഷ്ടപ്പെട്ടു, പക്ഷേ ഇയ്യോബ് തൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം അവനിൽ നിന്ന് നഷ്ടമായി പോയില്ല. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി അവൻ്റെ ആ കഷ്ടതയിലും അവൻ്റെ ആ ജീർണിച്ച അവസ്ഥയിലും അവൻ അവൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. നാം അനുഭവിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളിലും നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് ദൈവം നമ്മെ മാനിക്കുവാൻ, ഉയർത്തുവാൻ ഒക്കെ ഇടയാകും. നമുക്ക് പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും പ്രതിസന്ധികൾ ഉണ്ടായിരിക്കുമ്പോഴും നാം ദൈവത്തോട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം എത്രത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നുവോ, യാചിക്കുന്നുവോ, അതിനനുസരിച്ച് ദൈവം നമ്മെ മാനിക്കുവാൻ, നമ്മുടെ വിശ്വാസത്തെ കണ്ടിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. അതുപോലെ തന്നെ അബ്രഹാമിനെ നമുക്ക് നോക്കാം. 100 വർഷക്കാലം മക്കളില്ലാതിരുന്നു. എന്നാൽ അത്രയും കാലവും അനേകം പേർക്ക് അബ്രഹാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അനേകം കുഞ്ഞുങ്ങളില്ലാത്ത വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ തൻ്റെ പക്കൽ ഒരു പൈതൽ പോലും ഇല്ലാതിരിക്കെ തന്നെ താൻ അനേകം പേർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം അവർക്ക് കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. പക്ഷേ അബ്രഹാം വിശ്വാസത്തോടെ ഉറച്ചിരുന്നു ദൈവത്തിൻ്റെ ആ വാഗ്ദത്വത്തിനായിട്ട്. ദൈവം തന്നോട് പറഞ്ഞതായ ആ വാഗ്ദത്വം തൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്നുള്ള ഉറപ്പോടെ, വിശ്വാസത്തോടെ അബ്രഹാം ആയിരുന്നപ്പോൾ ഇസഹാക്കിനെ കൊടുത്തു. അതുപോലെ നമുക്ക് ഇയ്യോബിൽ തന്നെ നമുക്ക് തിരിച്ചു പോകാം. ഇയ്യോബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി, തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആ പ്രാർത്ഥന, അത്രയും വിശ്വാസം, ഇത്രയും തകർച്ചയിലായിരുന്നപ്പോൾ, ഇത്രയും പ്രശ്നത്തിലായിരുന്നു, സകലതും നഷ്ടപ്പെട്ടപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസത്തെ കൈവിടാതെ ഇയ്യോബ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇയ്യോബ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രതികൂലത്തിലായിരിക്കാം, പ്രശ്നത്തിലായിരിക്കാം. ചിലപ്പോൾ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതേ വിഷയമായിരിക്കാം നാമും അനുഭവിക്കുന്നത്. പക്ഷേ നാം അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ, അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുമ്പോൾ ദൈവം അത് കണ്ടിട്ട് നമ്മെ ഇരട്ടിയായി അനുഗ്രഹിക്കുവാൻ ദൈവം ഇടയാക്കും. ഇയ്യോബിനെ അനുഗ്രഹിച്ചതുപോലെ ആ കടൽപ്പുറത്തെ മണൽ തരികൾ പോലെ വർദ്ധിക്കുമെന്നുള്ള ആ വാഗ്ദത്തം നിറവേറുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ ഇയ്യോബിനെ നമുക്ക് നോക്കുമ്പോൾ ഇയ്യോബിന് സകലതും നഷ്ടപ്പെട്ടു. എന്നിട്ടും ഇയ്യോബ് കർത്താവിലുള്ള വിശ്വാസത്തെ കൈവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് കണ്ട ദൈവം അവന് ഇരട്ടിയായി സകലതും മടക്കി കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നാമും പ്രയാസത്തിലായിരിക്കാം, പ്രശ്നത്തിലായിരിക്കാം, ബുദ്ധിമുട്ടിലായിരിക്കാം. നാം ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നു അതേ വിഷയത്തിൽ ഉള്ള വ്യക്തികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാനിടയായിത്തീരും. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ കടന്നു വരുവാൻ ഇടയായിത്തീരും. ദൈവം നമ്മെ വഴി നടത്തുന്നത് നാം തന്നെ അതിശയിക്കുന്ന രീതിയിൽ ദൈവം അത്ഭുതത്തോടെ നമ്മെ വഴി നടത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനാൽ ദൈവം നിങ്ങളേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.